കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. हरे कृष्ण प्रणाम माताजी। हरे कृष्णा माताजी। हरे कृष्णा। श्री चैतन्य मनोभीष्टं स्थापितं मेन भूतले स्वयं रूपा कदा मह्यं ददान्ति सुपदान्तिकं वन्देकं श्रीगुरो श्रीयुधपदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सागणरघुनाथानिदं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सागणललिता श्रीविशाखानिदंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिनि नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणि नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपदागस्वामिन् इति नामिनि नमः आचार्यपादाय निधाय कृपप्रदायिने गौरकदादामदाय नगरग्रामतारिणे नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीर्उत्तमश्लोके भक्तिर्भवति नैष्टिकी। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാഗോവിന്ദ ടെമ്പിളിലേക്ക് എഴുതുന്ന ഭാഗവതം പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു ശുദ്ധ ഭക്തൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് ഉണ്ടാവുക, എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലത്തെ അപരാധങ്ങളെയൊക്കെ നീക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു സന്യാസി നമ്മളുടെ ഒരു ഗൃഹത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ബഹുമാനപൂർവം സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ്, ആ അപരാധം ഇല്ലാതാക്കാനായിട്ട് ഒരു ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞ് നമ്മൾ നിർത്തിയത് അല്ലെ. ഇനി ശ്ലോകം 34. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിക്കോളൂ. नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। സാന്നിധ്യാത്തെ മഹായോഗിൻ പാതകാനി മഹാന്ത്യപി സദ്യോ നശ്യന്തി വൈ പുംസാം വിഷ്ണോരിവ സുരേതരാഃ. ഹരേ കൃഷ്ണ. സാന്നിധ്യം നിമിത്തം തേ അങ്ങയുടെ മഹായോഗിൻ ഹേ മഹായോഗി പാതകാനി പാപങ്ങൾ മഹാന്തി അഭേദ്യമായ അഭി അത് വകവയ്ക്കാതെ സദ്യഹ തൽക്ഷണം നശ്യന്തി പരാജയപ്പെടുത്തി വൈ തീർച്ചയായും പുംസാം ഒരു വ്യക്തിയുടെ വിഷ്ണു ദിവ്യോത്തമ പുരുഷന്റെ സാന്നിധ്യം പോലെ ഇവ പോലെ സുര ഇതര ദേവന്മാരൊഴികെ വിവർത്തനം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഹേ ഋഷി, അല്ലയോ മഹായോഗി, നിരീശ്വരർക്ക് പരമദിവ്യോത്തമ പുരുഷന്റെ സാന്നിധ്യത്തിൽ എപ്രകാരമാണോ നിലനിൽപ്പില്ലാത്തത്, അല്ലയോ അപൂർവജ്ഞാനി, അപ്രകാരം അങ്ങയുടെ സാന്നിധ്യത്തിൽ മനുഷ്യരുടെ സുശക്തമായ പാപങ്ങൾ തൽക്ഷണം നശിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ പരമദിവ്യോത്തമ പുരുഷന്റെ സാന്നിധ്യത്തില് എങ്ങനെയാണോ നിരീശ്വരന്മാർക്ക് നിലനിൽപ്പില്ലാത്തത്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണോ? ഇന്നലെ ഈ ശ്ലോകം എടുത്തായിരുന്നു. അടുത്ത ശ്ലോകമാണ്. ഞാൻ ഇപ്പോഴാ കയറി ലേറ്റായി.
ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഇന്നലെ ഇനി അതാണ് 35 പ്രചാചുക്കളുടെയും ഗേഹീനമായ സ്വാധീനത്തിൽ അകപ്പെടാതിരിക്കാൻ ദിവ്യമായ ഭക്തരുടെ നമുക്ക് ഭക്ത സംസർഗം വേണം എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇനി ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. अपि मे भगवान प्रीतः, कृष्ण पाण्डुसुत प्रियः, पैतृश्वासेय प्रीत्यर्थं तद्गोत्रस्यात् बान्धवः ഹരേ കൃഷ്ണ. അതി നിശ്ചയമായും മേ എനിക്ക് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ പ്രീതഃ പ്രസന്നനായി, കൃഷ്ണഃ ഭഗവാൻ, പാണ്ഡുസുധ പാണ്ഡു മഹാരാജാവിന്റെ പുത്രന്മാർ, പ്രിയഃ പ്രിയപ്പെട്ട, പൈത്തിർ പിതാവുമായി ബന്ധപ്പെട്ട, സ്വസേയ സഹോദരി പുത്രർ, പ്രീതി സംതൃപ്തി, അർത്ഥം കാര്യത്തിൽ, തത് അവരുടെ, ഗോത്രസ്യ സന്തതികളുടെ, ആത്ത സ്വീകരിച്ചു, ബാന്ധവ ഒരു മിത്രത്തെ പോലെ. വിവർത്തനം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. പാണ്ഡുപുത്രരോട് അത്യന്തം പ്രിയമുള്ള പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പിതൃശ്വസേയന്മാരെയും ഭ്രാതാക്കളെയും സന്തോഷിപ്പിക്കാനായി എന്നെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുജനങ്ങളിൽ ഒരുവനായി സ്വീകരിച്ചു. അവിടെ എന്താ പറയുന്നത്? പാണ്ഡുപുത്രന്മാരോട് പരമദിവ്യോത്തമ പുരുഷൻ എന്താണ്? പിതൃസേയന്മാരെയും ഭ്രാതാക്കളെയും സന്തോഷിപ്പിക്കാനായിട്ടാണ് എന്നെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുജനങ്ങളിൽ ഒരുവനായിട്ട് സ്വീകരിച്ചത് എന്ന് പറയുകയാണ്. ഇനി ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. മായാസംബന്ധമായ കുടുംബകാര്യങ്ങളിൽ ബന്ധിതരായ അഥവാ ആസക്തരായ മറ്റുള്ളവരെക്കാൾ അതിനിപുണരായി ഭഗവാന്റെ ശുദ്ധ ഭക്തർ സ്വന്തം കുടുംബകാര്യങ്ങൾ പൂർണ്ണമായും നിർവഹിക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഇപ്പം ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരും ഒരുപാട് ഗൃഹസ്ഥന്മാരെ നമ്മൾക്ക് കാണാം അല്ലെ. ഇപ്പൊ നമ്മൾ നന്ദഗോപരെയൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അവര് ഭഗവാന്റെ പാർഷദന്മാരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർ ജനകൻ മഹാജനങ്ങളിൽ ഒരാളാണ് അല്ലെ. അപ്പൊ മഹാജനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അതേ ഗുണങ്ങളുള്ള, അതായത് ഭൗതിക ലോകത്തില് ഉള്ളവരാണെങ്കിലും ഭഗവാൻ അതേ ഗുണങ്ങൾ നിലനിർത്തുന്ന ആൾക്കാർ, ശുദ്ധഭക്തന്മാരാണ് അവര് എന്നാണ് പറയുന്നത്. അപ്പൊ ജനക മഹാരാജാവിനെ നമ്മൾ എപ്പോഴും എടുത്ത് പറയാറുണ്ട്. കാരണം എന്താണ്? അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നു. അത് തന്നെയല്ല, ഒരു ഭാര്യയല്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അല്ലെ, 4-5 ഭാര്യമാരുണ്ടായിരുന്നു ജനക മഹാരാജാവിന്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആ ഒരു കടമ നിർവഹിക്കുന്നത് പോലെയാണ് എല്ലാം ചെയ്തിരുന്നതെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു ഒരു തൃപ്തിയില്ലാണ്ട് ചെയ്യുക എന്നല്ല അർത്ഥം. കടമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഒരു കടമ ചെയ്യാന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അതിന് മുഴുകിക്കൊണ്ട് തന്നെയാണ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്ത് കാര്യങ്ങളും. അപ്പോഴാണ് അത് നന്നായിട്ട് വരുള്ളൂ അല്ലെ. വെറുപ്പോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എപ്പോഴും നന്നായിട്ട് നന്നാവില്ല. അപ്പൊ നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ, നമ്മളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഭാഗവതം ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തുകയാണ്, നീ ഭഗവത്ഗീത കേൾക്ക് അല്ലെങ്കിൽ ഭാഗവതം കേൾക്കെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവര് അപ്പുറത്തെ ശബ്ദങ്ങളിൽ ഒക്കെ ആയിരിക്കും അവർ ശ്രദ്ധ ഉണ്ടാവുന്നത്. പക്ഷെ അതിനോട് ഇഷ്ടപ്പെട്ട് നമ്മൾ കേൾക്കാതിരിക്കുമ്പോഴോ നമ്മളെല്ലാം മുഴുകി ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ചെയ്യണത് അല്ലെ. അപ്പൊ എല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് സമാധാനം സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത് ഉത്കണ്ഠയും ടെൻഷനൊക്കെയാണ് വരിക. ചെയ്യാൻ പറ്റുമോ ഇല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരിക ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന കാര്യങ്ങളില് അല്ലെ. അപ്പൊ അതുപോലെയാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാന് ശുദ്ധ ഭക്തന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതിനോടും ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷേ അതേസമയം വെറുപ്പും ഉണ്ടാവില്ല. ആ ഒരു പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒരുപോലെ കാണും. എല്ലാത്തിനോട് വെറുപ്പ് എന്നല്ല അർത്ഥം. ഒരുപോലെ കാണും. എല്ലാരെയും ഒരുപോലെ കാണും. ഒരുപോലെ കാണണം. അതുപോലെ എന്ത് പ്രവൃത്തിയും ചെയ്യേണ്ടി വന്നാലും സന്തോഷപൂർവ്വം ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വയസ്സായ സ്ത്രീ ഉണ്ട് നമ്മുടെ വീട്ടിലെന്ന് വെച്ചോളൂ, അമ്മമാരാവട്ടെ അമ്മൂമ്മമാരാവട്ടെ. അപ്പൊ അവരെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പൊ അവർക്ക് വന്നു കഴിഞ്ഞിട്ട് അവര് വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പൊ ഒരു ടോയ്ലറ്റിൽ ഒന്നും തന്നെ പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അവര് വന്നിട്ട് അറിയാതെ വന്നു കഴിഞ്ഞിട്ട് മോശം പോകുന്നു, ചിലപ്പോൾ യൂറിൻ പോകുന്നു. അതൊക്കെ നമുക്ക് വൃത്തിയാക്കേണ്ടി വരും. നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് അല്ലെ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യം സ്മെല്ല് എല്ലാം. പക്ഷെ അത് അത്രയും ഈ ശുദ്ധഭക്തന്മാരെ അവിടെ കൊണ്ടുവന്ന് നിർത്തി നോക്കൂ. ഇപ്പൊ രഘുനാഥദാസ് ഗോസ്വാമി എന്ന് പറയുന്ന ആ ഗോസ്വാമി വന്നു കഴിഞ്ഞിട്ട് അത്രയും കോടീശ്വരനായ ഒരാളുടെ മകനാണ്. ഷഡ്ഗോസ്വാമിമാരിലെ ഒരാളാണ് കേട്ടോ. അപ്പോ ആ കോടീശ്വരം എന്നിട്ട് എല്ലാം വിട്ടെറിഞ്ഞ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യനാവാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ വന്നു കഴിഞ്ഞിട്ട് താമസിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭക്ഷണം എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രസാദം മാത്രമേ കഴിക്കുന്നുള്ളത് ഉണ്ടല്ലോ, അതേ ആ അമ്പലത്തിൽ നിന്ന് വലിച്ചെറിയൂല, കേടുവന്ന പ്രസാദമൊക്കെ പുറത്തേക്ക് ഇട്ടുണ്ടാവുമല്ലോ, അത് തന്നെ അദ്ദേഹം എടുത്ത് ഭക്ഷിക്കും. അത് തന്നെ കേട് വരണതാണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പശുക്കളൊക്കെ ഭക്ഷിച്ച് പകുതി ഇട്ടണതായിരിക്കും, അത് എടുത്ത് കഴുകി കഴിക്കും എന്നാണ് പറയണത്. ആ ഒരു ലെവലിലാണ് അവരുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് അവർക്ക് സാധിക്കണം? നമ്മൾക്ക് ആലോചിക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ ചെയ്യാനായിട്ട്? കാരണം അവരതിന് ഭഗവാന്റെ പ്രസാദമായിട്ടാണ് കാണുന്നത്. അതിൽ അശുദ്ധിയില്ല. ആ ലെവലില് ആ ഒരു മനസ്സിന്റെ ആ പവിത്രത വരുമ്പോഴാണ് അങ്ങനെ ഒരാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോഴാണ് ആ തൃണാദപി സുനിച്ചന, അതായത് നമ്മളിൽ വന്നിട്ട് നമ്മൾ ആരും അല്ല എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണത്. ആ ഭാവം വരുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ശുദ്ധഭക്തരുണ്ടാവുക. അപ്പൊ ഭഗവാന്റെ ശുദ്ധഭക്തർ സ്വന്തം കുടുംബകാര്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുന്നു. പൊതുവെ ജനങ്ങൾ കുടുംബകാര്യങ്ങളിൽ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മാനവ സമൂഹത്തിലെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളും കുടുംബസ്നേഹത്താലാണ് ചലിക്കുന്നത്. ഭഗവത് ഭക്തരായി തീരുന്നതിലൂടെ കൂടുതൽ മെച്ചമായ രീതിയിൽ കുടുംബത്തെ സേവിക്കാമെന്ന അറിവ് അത്തരം വ്യാമോഹിതരായ വ്യക്തികൾക്കില്ല. ഒരു ഭക്തന്റെ കുടുംബാംഗങ്ങൾക്കും സന്തതികൾക്കും അവർ അഭക്തർ അഥവാ നാസ്തികർ എങ്കിൽ പോലും ഭഗവാൻ എല്ലാവിധ സവിശേഷ സംരക്ഷണങ്ങളും നൽകുന്നു. അതാണ് ഭഗവാൻ. ഇപ്പൊ പ്രഭുപാദയെ തന്നെ നോക്കൂ. അതയുടെ എല്ലാവരും പൂർണ്ണമായിട്ടും ഭക്തിയിൽ വന്ന ആൾക്കാരായിരുന്നില്ല അല്ലെ? എന്നിട്ടും ഭഗവാന്റെ പൂർണ്ണമായ സംരക്ഷണം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രഹ്ലാദന്റെ കാര്യം, ഹിരണ്യകശിപുവിന് പോലും മോക്ഷം കൊടുത്തു അല്ലെ? അപ്പൊ അതാണ്, ഒരു ഭക്തന്റെ കുടുംബത്തെ പോലും ഭഗവാൻ സംരക്ഷിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കർത്തവ്യം എന്താണ്? ഭക്തിയുത മാർഗം. പ്രായമായവരെ നമ്മളെ വേണ്ട പോലെ ശുശ്രൂഷിക്കുക. പ്രായമായും ശുശ്രൂഷിക്കുക എന്നുള്ളത് കറക്റ്റാണ് മാതാജി. അത് പക്ഷെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്താണ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഭഗവാന്റെ ഭക്തി സേവനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഭക്തിയുടെ ഫലം നമ്മൾക്ക് മാത്രമല്ല കിട്ടുന്നത്, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും കൂടി കിട്ടും എന്നുള്ളതാണ് പറയണത്. ഒരു ഭക്തന്റെ കുടുംബാംഗങ്ങൾക്കും സന്തതികൾക്കും അവർ അഭക്തർ അഥവാ നാസ്തികർ എങ്കിൽ പോലും ഭഗവാൻ എല്ലാവിധ സവിശേഷ സംരക്ഷണവും നൽകുന്നു. പ്രഹ്ലാദ മഹാരാജാവ് ഭഗവാന്റെ ഒരു മഹാഭക്തനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് ഹിരണ്യകശിപു ഭഗവാന്റെ പ്രഖ്യാപിത ശത്രുവും. എന്നിട്ടും പ്രഹ്ലാദ മഹാരാജാവിന്റെ പിതാവെന്ന ഏക കാരണത്താൽ ഭഗവാൻ ഹിരണ്യകശിപിന് മോക്ഷം പ്രദാനം ചെയ്തു. സ്വഭക്തരുടെ കുടുംബാംഗങ്ങൾക്ക് സർവ്വവിധ സംരക്ഷണവും നൽകുന്ന വിധം അത്രയ്ക്കും കൃപാപുരസരനാണ് ഭഗവാൻ. ആകയാൽ ഭക്തിയുത സേവനാർത്ഥം കുടുംബത്തെ ഉപേക്ഷിച്ച് യാത്രയായാൽ പോലും ഭക്തന് സ്വകുടുംബാംഗങ്ങളെ കുറിച്ച് വേവലാതി പെടേണ്ട ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ? ഇപ്പൊ ചൈതന്യ മഹാപ്രഭു വളരെ ചെറുപ്പത്തിലാണല്ലേ, 24 വയസ്സിലാണ് വിവാഹം കഴിച്ചത്. അതിന്റെ പിന്നാലെ തന്നെ ഒരു തപസ് ചെയ്യാനായിട്ട് ബ്രഹ്മചര്യം സ്വീകരിച്ചു അല്ലെ? അപ്പൊ എന്നിട്ട് പോലും അവരുടെ കാര്യങ്ങൾ അപ്പൊ ആ ഒരു രീതിയിൽ പൂർണ്ണമായും ഭഗവാൻ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ആരാണ് സംരക്ഷിക്കുക? ഭഗവാൻ സംരക്ഷിക്കും എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതൃവ്യയായ കുന്തിദേവിയുടെ പുത്രന്മാരായിരുന്നു മഹാരാജാവ് യുധിഷ്ഠിരനും സഹോദരന്മാരും. അതായത് കുന്തിദേവിയുടെ, അതായത് പിതാവിന്റെ സഹോദരി എന്നാണ് കേട്ടോ അർത്ഥം. അങ്ങനെ മഹാനായ പാണ്ഡവരുടെ ഏക പൗത്രനാകയാൽ പരീക്ഷിത് മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ രക്ഷാകർത്തൃത്വം അംഗീകരിച്ചു. അപ്പൊ ആ പാണ്ഡവരുടെ പൗത്രനാണ്, പാണ്ഡവർ ശുദ്ധഭക്തരാണ്. അപ്പൊ തീർച്ചയായിട്ടും പരീക്ഷിത് മഹാരാജാവിന്റെ സംരക്ഷണം ആരാണ് ഏറ്റെടുക്കുക? ഭഗവാൻ തന്നെ ശ്ലോകം 36. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, അന്യദാതേ അവ്യക്തഗതേർ അന്യദാതേ അവ്യക്തഗതേർ ദർശനം ന കഥം നൃണാം നിതരാം മ്രിയമാണാനാം സംസിദ്ധസ്യ വനീയസഃ
സംസിദ്ധസ്യ വൈവസ്വഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അന്യത അല്ലാത്ത പക്ഷം തേ അങ്ങയുടെ അവ്യക്തഗതേ അദൃശ്യമായി ചലിക്കുന്നവൻ ദർശനം ദർശനം ന ഞങ്ങൾക്ക് കഥം എങ്ങനെ നൃണാം ഞങ്ങളുടെ നിതരാം പ്രത്യേകിച്ചും സൂക്ഷ്മമായി മ്രിയമാണാനാം മരണാസന്നരായവരുടെ സംസിദ്ധസ്യ സർവസദാചാര്യ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന പൂർണ്ണാഭിജ്ഞനായ പരിപൂർണൻ മനീയസക സ്വേച്ഛയാലുള്ള ആവിർഭാവം വിവർത്തനം ശിലപ്രപാദിക്ക് ജെ. മരണവക്കിൽ എത്തി നിൽക്കുന്ന നമുക്കും സാധാരണ മനുഷ്യർക്കും പിടികൊടുക്കാതെ ദേശപ്രച്ഛന്നനായി സഞ്ചരിക്കുന്നവനായിരുന്നിട്ടും അങ്ങ് സ്വമേധയാൽ ഇവിടെ ആവിർഭവിച്ചത് തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേരണയാൽ ആണ്. ഇവിടെ പണ്ഡിറ്റ് മഹാരാജു പറയാണ്, ഹരേ കൃഷ്ണ ദേവ് ചെയ്ത് എല്ലാവരും ഇരിക്കണമേ. ഇവിടെ എന്താ പറയുന്നത്? പരീക്ഷ മഹാരാജാവ് ആരോടാ പറയുന്നത്? സുഖദേവ ഗോസ്വാമിയോട് പറയാണ്, മരണവക്കിലെത്തി നിൽക്കുന്ന നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരീക്ഷ മഹാരാജാവ് അല്ലെ, സാധാരണ മനുഷ്യർക്കും പിടികൊടുക്കാതെ വേഷപ്രച്ഛന്നായിട്ട് സഞ്ചരിക്കുന്നവനായിട്ടും, അതായത് സുഖദേവ ഗോസ്വാമി ഒരു ഭൗതിക ബന്ധങ്ങളും വെക്കുന്നില്ല. ഇത്രയും വ്യാസദേവന്റെ അടുത്ത് ഇരുന്നിട്ടുമില്ല. ഭാഗവതം കേട്ട് കഴിഞ്ഞതിന് ശേഷം വീട് വിട്ടു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സുഖദേവ ഗോസ്വാമി എന്ത് ചെയ്തു? സ്വമേധയാ ആരുടെയും ക്ഷണമില്ലാണ്ട് തനിയെ തന്നെ അവിടേക്ക് വന്നേക്കാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? പരീക്ഷ മഹാരാജാവിന് ഉപദേശം നൽകാനായിട്ട്. അത് അപ്പൊ ആ തോന്നൽ ആരാണ് പരീക്ഷ മഹാരാജാവിന് സുഖദേവ ഗോസ്വാമിയുടെ ഉള്ളിൽ വരുത്തിയിട്ടുണ്ടാവുക? ഭഗവാൻ തന്നെ അല്ലെ. ഭഗവാന്റെ ഇച്ഛയില്ലാണ്ട് അവിടെ വരാൻ പറ്റില്ലല്ലോ. അതാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ലൈഫില് നമ്മളുടെ ഗുരു വരുന്നതാണെന്നുണ്ടെങ്കിലും ശരി, നമ്മൾക്ക് ഭക്തിയുത മാർഗങ്ങളിൽ വരുന്നതാണെങ്കിലും ശരി, അതിനെല്ലാം കാരണം നമ്മുടെ ഉള്ളിലെ ചൈത്യ ഗുരുവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന്റെ ഇച്ഛയില്ലാണ്ട്, ഭഗവാന്റെ പ്ലാൻ അല്ലാണ്ട് ഒരു കാര്യം പോലും നമ്മുടെ ലൈഫിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മളുടെ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠകളൊക്കെ ഇല്ലാണ്ടാവും എന്നുള്ളതാണ് ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. മഹാഭക്തനായ പരീക്ഷ മഹാരാജാവിന്റെ മുന്നിൽ ഋഷിശ്രേഷ്ഠനായ ശ്രീ സുഖദേവ ഗോസ്വാമി സ്വേച്ഛയാൽ ആവിർഭവിച്ചത് തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേരണയാൽ ആയിരുന്നു. അതിന്റെ മുഖ്യ ഉദ്ദേശം പരീക്ഷ മഹാരാജാവിന് ശ്രീമദ് ഭാഗവത ഉപദേശം നൽകുകയായിരുന്നു. ആത്മീയ ഗുരുവിന്റെയും പരമപുരുഷന്റെയും കൃപയാൽ ഒരുവന് ഭഗവാന്റെ ഭക്തി സേവനത്തിന്റെ മർമ്മം പ്രാപ്തമാക്കാൻ കഴിയുന്നു. അത് നമ്മൾ പറയും അല്ലെ, ബ്രഹ്മാണ്ഡ ബ്രഹ്മിതേ കോനു ഭാഗ്യവാൻ ജീവ് ഗുരു കൃഷ്ണ കൃപേപ്പായി ഭക്തിലതാ ബീച്ച് എന്നാണ്. ആ ഭക്തി നമ്മൾക്ക് ലഭിക്കുന്നത് ആരെ കൃപ കൊണ്ടാണ്? ഗുരുവിന്റെയും ഭഗവാന്റെയും കൃപ കൊണ്ടാണ്. അപ്പൊ ഇവിടെ ആ പരീക്ഷ മഹാരാജാവിന്റെ മുമ്പില് സുഖദേവ് ഗോസ്വാമി ഒരു ഗുരുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? പരമദിവ്യോത്തമുഷ്ണായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ഒരുവനെ വിജയം പ്രാപ്തമാക്കാൻ സഹായിക്കുന്ന ഭഗവാന്റെ പ്രത്യക്ഷ പ്രതിനിധിയാണ് ആത്മീയ ഗുരു. ഭഗവാനാൽ എന്താ അവിടെ വരുന്നത് ശരിക്കും? ഹരേ കൃഷ്ണ. അധികാരപ്പെടുത്താതെ അല്ലെ, അധികാരപ്പെടുത്താത്ത ഒരുവന് ആത്മീയ ഗുരുവായി തീരാൻ കഴിയുകയില്ല. ശ്രീ സുഖദേവ് ഗോസ്വാമി അധികാരപ്പെടുത്തപ്പെട്ട ആധികാരികനായ ആത്മീയ ഗുരുവാണ്. ആകയാൽ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേരണയാൽ പരീക്ഷ മഹാരാജാവിന്റെ മുന്നിൽ ആവിർഭവിച്ച് ശ്രീമദ് ഭാഗവതം ഉപദേശം ചെയ്തു. ഭഗവാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രതിനിധിയെ അയച്ച് ഭക്തനെ അനുഗ്രഹിക്കുന്ന പക്ഷം, ഭക്തനോട് പ്രത്യേക പ്രീതി പ്രകടിപ്പിക്കുന്ന പക്ഷം പരമപുരുഷനിലേക്ക് ഭഗവത്ധാമത്തിലേക്ക് മടങ്ങിപ്പോകുക എന്ന പരമവിജയം പ്രാപ്തമാക്കാൻ ഒരുവന് കഴിയുന്നു. അതായത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഗുരു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഗുരു അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾക്ക് ഭഗവാന്റെ നാമത്തിലേക്ക് പോവാനുള്ള സമയമായിട്ടുണ്ട് ഏകദേശം. അപ്പോഴാണ് നമ്മൾക്ക് ആ ഗുരു നമ്മളുടെ ലൈഫിൽ വരുന്നതും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഉപദേശങ്ങൾ ലഭിക്കുന്നതും അതിനനുസരിച്ച് നമ്മൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നതും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു യഥാർത്ഥ ഭഗവത് പ്രതിനിധി ഒരു ശുദ്ധ ഭഗവത് ഭക്തനെ കണ്ടുമുട്ടിക്കഴിഞ്ഞയുടൻ വർത്തമാന ശരീരം ത്യജിക്കുന്നു. തൽക്ഷണം പരമപുരുഷനിലേക്ക് ഭഗവത്ധാമത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന ഉറപ്പ് ഭക്തന് വാഗ്ദാനം ചെയ്യുന്നു. എങ്കിലും അത് സ്വയം ഭക്തന്റെ ആത്മാർത്ഥതയെ ആശ്രയിച്ചിരിക്കുന്നു. ഗുരു നമ്മൾക്ക് പ്രോമിസ് ചെയ്യും, ഞാൻ നിങ്ങളെ എന്തായാലും കൂട്ടിയിട്ട് പോവാം എന്നുള്ളത്. പക്ഷെ നമ്മൾക്ക് അതിന് താല്പര്യമില്ല. ഞാൻ ശരി, നമ്മളോട് കുറച്ച് നിർദ്ദേശങ്ങൾ തരുന്നു, ഇതെല്ലാം നിങ്ങൾ അനുസരിക്കണം എന്ന്. അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലോ നമ്മൾക്ക് പോവാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. ഒരു സ്റ്റെപ്പ് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ 10 സ്റ്റെപ്പ് ഭഗവാൻ വെക്കും നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കുന്നില്ലെങ്കിലോ അല്ലെ, എങ്കിലും അത് സ്വയം ഭക്തന്റെ ആത്മാർത്ഥതയെ ആശ്രയിച്ചിരിക്കുന്നു. സമസ്ത ജീവാത്മാക്കളുടെയും അന്തരംഗത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു.
ആകയാൽ ഓരോ വ്യക്തികളുടെയും ചലനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായും വ്യതിരക്തമായും ഭഗവാൻ അറിയുന്നു. പ്രത്യേകം ശ്രദ്ധാർഹമായ ഒരു ആത്മാവ് പരമപുരുഷനിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ അത്യന്തം ഉത്സുകനാണെന്ന് അഥവാ വ്യഗ്രത ഉള്ളവനാണെന്ന് കാണുമ്പോൾ ഭഗവാൻ ഉടൻ അദ്ദേഹത്തിന്റെ ഉത്തമ വിശ്വാസയോഗ്യനായ പ്രതിനിധിയെ ഭഗവാന്റെ അടുത്തേക്ക് അയക്കുന്നു. ഇപ്പം പരീക്ഷ മഹാരാജാവ് എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്ത് വന്നിരുന്നു അല്ലെ. ഞാൻ ഈ ഭഗവാനെ ധ്യാനിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ജനമേജയനെ ഏൽപ്പിച്ചു രാജഭാരമൊക്കെ അല്ലെ. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഭഗവാൻ ആരെ പറഞ്ഞിരിക്കുന്നത്? സുഖദേവ ഗോസ്വാമി. ഇതിന് പകരം കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് അയ്യോ എനിക്ക് എന്താണ് സംഭവിച്ചത്, എനിക്ക് എങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇരുന്നു എന്നുണ്ടെങ്കിൽ സുഖദേവ ഗോസ്വാമി അവിടെ വന്നിട്ടുണ്ടായിരുന്നുണ്ടാവില്ല. ആദ്യത്തെ സ്റ്റെപ്പ് ആരെ കയ്യിൽ നിന്നാ വന്നത്? പരീക്ഷ മഹാരാജാവിന്റെ കയ്യിൽ നിന്നാണ് വന്നത് അല്ലെ. എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ ധ്യാനിക്കാൻ പോവാണ് എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ട് പരീക്ഷ മഹാരാജാവിനെയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആര് വന്നു? സുഖദേവ ഗോസ്വാമി വന്നു അല്ലെ. അപ്രകാരം നിർവ്യാജനായ ഭക്തൻ പരമോഷിലേക്ക് ഭഗവത്ധാമത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന സുനിശ്ചിതമായ വാഗ്ദാനം ഭഗവാൻ നൽകുന്നു. നിർണയം എന്തെന്നാൽ ഉത്തമ വിശ്വാസി യോഗ്യനായ ആത്മീയ ഗുരുവിന്റെ സഹായവും സഹകരണവും ലഭിക്കുക എന്നത് സ്വയം ഭഗവാനിൽ നിന്ന് നേരിട്ട് സഹായം സ്വീകരിക്കുന്നതിനെ അർത്ഥമാക്കുന്നു. അതായത് ഒരു ഗുരു നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ അയക്കുന്നതാണ്. ആ ഗുരുവിനെ നമ്മൾ അനുസരിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ നേരിട്ട് നമ്മളെ വന്ന് സഹായിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിക്കോളൂ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത പൃച്ഛാമി സംസിദ്ധിം യോഗീനാം പരമം ഗുരും. പുരുഷസ്യേക യത്കാര്യം മ്രിയമാണസ്യ സർവഥാ. സംസിദ്ധിം പൂർണ്ണതാ സാക്ഷാത്കാര മാർഗം. യോഗിനാം സന്യാസിമാരുടെ യോഗികളുടെ പരമമായ ഗുരു ആത്മീയ ഗുരു. പുരുഷസ്യ ഒരു പുരുഷന്റെ ഒരു വ്യക്തിയുടെ ഈ ജീവിതത്തിൽ യത് എന്തൊക്കെ കാര്യം കർത്തവ്യം മ്രിയമാണസ്യ മരണാസന്നനായ ഒരുവന്റെ സർവപ്രകാരത്തിലുമുള്ള വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. അങ്ങ് മഹായോഗികളുടെയും ഭക്തരുടെയും ആത്മീയ ഗുരുവാണ്. ആകയാൽ സകല മനുഷ്യരുടെയും വിശേഷിച്ചും മൃത്യു ആസന്നമായ വ്യക്തിക്ക് പരിപൂർണതാ സാക്ഷാത്കാരത്തിനുള്ള മാർഗം കാട്ടിത്തരണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അപ്പൊ ഇനി ആണ് അപേക്ഷ പറയുന്നത്. പരീക്ഷ മഹാരാജാവ് എന്താ പറയുന്നത്? അങ്ങ് മഹായോഗികളുടെയും ഭക്തരുടെയും ഒക്കെ ആത്മീയ ഗുരുവാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്? സകല മനുഷ്യരുടെയും, അതായത് മൃത്യു ആസന്നമായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഭഗവാന്റെ അടുത്തെത്താൻ സാധിക്കുക എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ് ഇവിടെ. അപ്പൊ രണ്ട് ചോദ്യങ്ങളാണ് ശരിക്കും പരീക്ഷ മഹാരാജാവ് ഈ അധ്യായത്തിൽ ചോദിക്കുന്നത്. എന്താണ്? ഹൗ ടു ലീവ്. അത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ ഭക്തി ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് എങ്ങനെ ഭക്തി സേവനം ഒരുമിച്ച് ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? മരണം അടുത്തു എന്ന് അറിയുമ്പോ ആ മരണ നിമിഷങ്ങളിൽ എങ്ങനെ ഭഗവാനെ പ്രാപിക്കാം? ഇത് രണ്ട് ചോദ്യങ്ങളാണ്. അതാണ് പറയുന്നത് ഹൗ ടു ലീവ്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു തരണം. പിന്നെന്താണ്? എങ്ങനെയാണ് ലീവ്, ഈ ആത്മാവ് ശരീരത്തിനെ ഉപേക്ഷിക്കണം അല്ലെ, അതെങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങളാണ് ആര് ചോദിക്കുന്നത്? പരീക്ഷ മഹാരാജാവ് ചോദിക്കുന്നത്. ഭാവാർത്ഥം: പരിപൂർണതാ സാക്ഷാത്കാരത്തിനുള്ള മാർഗം എന്തെന്ന് അന്വേഷിക്കാൻ ഒരുവൻ പൂർണ്ണ ഉത്സുകൻ അല്ലാത്ത പക്ഷം ഒരു ആത്മീയ ഗുരുവിനെ സമീപിക്കേണ്ട ആവശ്യമേ ഇല്ല. അതായത് നമ്മൾക്കെന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ ഭൗതികതയിൽ മുഴുകിയിട്ട് ജീവിച്ചു മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ആത്മീയ ഗുരുവിന്റെ ആവശ്യമില്ല. അഥവാ ഗുരുവിനെ സമീപിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. ആത്മീയ ഗുരു ഗൃഹനായകന്റെ അലങ്കാര വസ്തുവല്ല. സാമാന്യേന പരിഷ്കാരിയായ ഒരു ഗൃഹസ്ഥൻ പ്രത്യേകിച്ച് യാതൊരു നേട്ടവും കൂടാതെ ആത്മീയ ഗുരുവിനെ അപ്രകാരം വിശേഷിപ്പിക്കുന്നവനെ നിയുക്തനാക്കുന്നു. വ്യാജനായ ആ ആത്മീയ ഗുരു തന്റെ അത്തരം ശിഷ്യന് സ്തുതി പാടുന്നു.
അഥവാ ശിഷ്യനെ പുകഴ്ത്തുന്നു. അതുമൂലം ഗുരുവും ശിഷ്യനും നിസ്സംശയം നരകത്തിലേക്ക് പോകുന്നു. സർവ്വജനങ്ങളുടെയും ക്ഷേമ താൽപര്യാർത്ഥം മർമ്മപ്രധാനമായ ചോദ്യങ്ങൾ ആരായുകയാൽ വിശേഷിച്ചും മരണം ആസന്നമായവരുടെ അഥവാ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ അടിയന്തരമായ കർത്തവ്യത്തെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാൽ പരീക്ഷിത് മഹാരാജാവ് സർവദാ പ്രശംസാർഹനായ ഉത്തമ ശിഷ്യനാകുന്നു. ഇവിടെ പരീക്ഷിത് മഹാരാജാവ് എന്താണ്, ഞാൻ ഈ ശാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് എനിക്ക് കുറച്ചു കാലം കൂടി എങ്ങനെ രാജ്യം ഭരിക്കാം എന്നല്ല പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചത്. നമ്മളാണെങ്കിൽ അതാണ് ചോദിക്കുക, അയ്യോ എനിക്കൊരു ശാപം കിട്ടിയതിൽ നിന്ന് എങ്ങനെ മോക്ഷം ലഭിക്കാം എന്നുള്ളതായിരിക്കും സാധാരണ ഒരാളുടെ ചിന്ത, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ എന്താണ് ചോദിച്ചത്? ഒരു യഥാർത്ഥ മനുഷ്യ ജന്മത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതാണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ന് പറയുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഉത്തരവാദിത്വം എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. പിന്നെയോ മരിക്കും എന്ന് അറിയുന്ന സമയത്ത്, ഇനി ശരിയാണ് ആദ്യം തൊട്ട് നമ്മൾ ഇത് ഭക്തി സേവനങ്ങളൊന്നും ചെയ്തില്ല, പക്ഷെ നമ്മൾക്ക് അറിഞ്ഞു നമ്മൾ മരിക്കാൻ പോവുകയാണെന്ന്, അപ്പോഴെങ്കിലും ഭഗവാനെ കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ, എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം പരീക്ഷിത് മഹാരാജാവ് ഉന്നയിച്ച ചോദ്യം ശ്രീമദ് ഭാഗവതത്തിനെ സംബന്ധിക്കുന്ന സമ്പൂർണ്ണ പ്രബന്ധത്തിന്റെ മൂലതത്വമാകുന്നു. ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ അടുത്ത 12ാം സ്കന്ധം വരെയുള്ള അധ്യായങ്ങൾ മുഴുവൻ ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ്. എത്ര ബുദ്ധിപരമായിട്ടാണ് മഹാഗുരു ഇതിന് ഉത്തരമേകുന്നത് എന്നത് നമുക്ക് ഇപ്പോൾ കാണാം. ഇനി 2ാമത്തെ സ്കന്ധത്തിലാണ് ഇതിന്റെ ഉത്തരങ്ങൾ വരുന്നത് കേട്ടോ. ഇനി ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. യച്ഛത്രോതവ്യമതോ ജപ്യം യത്കർത്തവ്യം അയ്യോ പാടിപ്പോയില്ലേ. മർത്തവ്യം പച്ഛീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. എന്തൊക്കെ ശ്രോതവ്യം ശ്രവിക്കാൻ മൂല്യമുള്ള, ശ്രവണ മൂല്യമുള്ളത്, അതോ അത് സംബന്ധിച്ച് ജപ്യം ജപിച്ചു, യത് എന്തും കർത്തവ്യം നിർവഹിച്ചു, നൃഭിഹി സാമാന്യ ജനങ്ങളാൽ, പ്രഭോ ഹേ പ്രഭോ, സ്മർത്തവ്യം ഓർമ്മിക്കേണ്ട, സ്മരിക്കേണ്ട, ഭജനീയം ആരാധനീയമായ, വ അല്ലെങ്കിൽ ബ്രൂഹി ദയവായി വിവരിച്ചാലും, യദ്വ അത് എന്ത് തന്നെയായാലും, വിപര്യം തത്വത്തിന് എതിരായത്, വിവർത്തനം. ശ്രീരാജ് പ്രപാദിക്ക് ഒരുവൻ എന്ത് ശ്രവിക്കണം, എന്ത് ജപിക്കണം, എന്ത് സ്മരിക്കണം, എന്ത് ആരാധിക്കണം എന്നും എന്തൊക്കെ ചെയ്തുകൂടാ എന്നും ദയവായി എനിക്ക് പറഞ്ഞു തരുക. അവയെക്കുറിച്ചെല്ലാം ദയവായി എനിക്ക് വിശദമാക്കി തന്നാലും. അപ്പൊ എന്താണ് എന്ത് ശ്രവിക്കണം, ജപിക്കണം, സ്മരിക്കണം എല്ലാം പറഞ്ഞു തരണം എന്ന് പറയുകയാണ് പരീക്ഷിത് മഹാരാജാവ്. ഹരേ കൃഷ്ണ. ശ്ലോകം 39. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നൂനം ഭഗവതോ ബ്രഹ്മൻ ഗൃഹേഷു ഗൃഹമേധിനാം. ന ലക്ഷ്യതേ ഹ്യവസ്ഥാനം അഭിഗോദോഹനം ക്വചിത്. നൂനം എന്തെന്നാൽ ഭഗവതഃ അതിശക്തനായ അങ്ങയുടെ, ബ്രഹ്മൻ ഹേ ബ്രാഹ്മണ, ഗൃഹേഷു ഭവനങ്ങളിൽ, ഗൃഹമേധിനാം ഗൃഹസ്ഥന്മാരുടെ, ന അല്ല, ലക്ഷ്യതേ കാണപ്പെടുന്നു, ഹി തിട്ടമായി, അവസ്ഥാനം കാത്തു നിൽക്കുന്നു, അഭി പോലും, ഗോദോഹനം പശുവിനെ കറക്കുന്നതിന് ആവശ്യമായ സമയം, ക്വചിത് അപൂർവമായി. വിവർത്തനം. ശ്രീല പ്രപാദിക്ക് ജയ്. ഹേ പ്രഭാവശാലിയായ ബ്രാഹ്മണ, കഷ്ടിച്ച് ഒരു പശുവിനെ കറക്കാൻ ആവശ്യമായ സമയം വരെ മാത്രമേ അങ്ങ് ഒരു ഭവനത്തിൽ കാത്തു നിൽക്കാറുള്ളൂ എന്ന് പറയപ്പെടുന്നു. നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഭാവാർത്ഥം. ശ്രീല പ്രപാദിക്ക് ജയ്. സന്യാസ ജീവിതം സ്വീകരിച്ച യോഗികളും ഋഷികളും അതിരാവിലെ പശുവിനെ കറക്കുന്ന നേരം ഗൃഹസ്ഥരുടെ ഭവനങ്ങളിൽ പോവുകയും ജീവിതവൃത്തിക്കായി കുറച്ചു പാല് അധികാരത്തിന്മേൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പശുവിന്റെ അകടിൽ നിന്നും നേരിട്ട് കറന്നെടുക്കുന്ന വെള്ളം ചേർക്കാത്ത 1/2 ലിറ്റർ പാൽ പ്രാപ്തയൗവനായ ഒരുവന് ആവശ്യമായ മതിയായ സർവ്വ പോഷക മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അല്ലെ, നല്ല പശുപാലാവുമ്പോ അല്ലെ. ആകയാൽ യോഗികളും സന്യാസിമാരും പാല് മാത്രം പാനം ചെയ്ത് ജീവിക്കുന്നു. അക്കാലത്ത് ദരിദ്രനായ ഒരു ഗൃഹസ്ഥന് പോലും 12 മുതൽ 20 വരെ ഗ്യാലൻ, ഒരു ഗ്യാലൻ എന്ന് പറഞ്ഞാൽ 1.14 ലിറ്റർ
പാൽ ചുരുത്തുന്ന കുറഞ്ഞത് 10 പശുക്കളെങ്കിലും ഉണ്ടായിരുന്നു. ആകയാൽ ഒരു ഭിക്ഷാന്തേഹിക്ക് ഏതാനും ലിറ്റർ പാൽ ദാനമായി നൽകുന്നതിന് അവർക്ക് വൈമനസ്യം ഉണ്ടായിരുന്നില്ല. കുട്ടികളെ പോലെ തന്നെ യോഗികളെയും സന്യാസിമാരെയും പരിരക്ഷിക്കേണ്ട ചുമതല ഗൃഹസ്ഥർക്കുണ്ടായിരുന്നു. അപ്പൊ കുട്ടികളെ പോലെ തന്നെ സന്യാസിമാരെ രക്ഷിക്കണം എന്നുള്ളതാണ് ആരുടെ ചുമതല? ഗൃഹസ്ഥരുടെ. ആകയാൽ ശുകദേവ ഗോസ്വാമിയെ പോലൊരു ഋഷിക്ക് ഒരു ഗൃഹസ്ഥന്റെ ഭവനത്തിൽ രാവിലെ 5 നിമിഷങ്ങൾക്ക് മേൽ നിൽക്കുന്നത് പ്രയാസമായിരുന്നു. അന്യഥ അത്തരം ഋഷിമാർ അപൂർവമായി മാത്രമേ ഗൃഹസ്ഥരുടെ ഭവനങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. ആകയാലാണ് ഒട്ടും സമയം പാഴാക്കാതെ ഉപദേശിക്കാൻ പരീക്ഷിത് മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയോട് അപേക്ഷിച്ചത്. അപ്രകാരം ഭവനം സന്ദർശിക്കുന്ന സന്യാസി വര്യന്മാരോട് അല്പം അതീന്ദ്രിയ ജ്ഞാനം പകർന്നു നൽകാൻ അപേക്ഷിക്കത്തക്ക വിധം ബുദ്ധിമാന്മാർ ആയിരിക്കണം ഗൃഹസ്ഥർ. അല്ലാതെ ചന്തയിൽ എന്തൊക്കെയുണ്ട് എന്ന് വിഡ്ഢിത്തമായി അന്വേഷിക്കരുത്. സന്യാസിയും ഗൃഹസ്ഥനും തമ്മിലുള്ള പരസ്പര ബന്ധം അவ்விധത്തിലായിരിക്കണം. അപ്പൊ ഇവിടെ എന്താ പറയണത്? അതായത് ഒരു സന്യാസി നമ്മുടെ അടുത്ത് വരുമ്പോ, ഒരു ഗൃഹസ്ഥന്റെ അടുത്ത് വരുമ്പോ എന്താണ് നമ്മൾ ചോദിക്കേണ്ടത്? ചോദിക്കേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എനിക്കൊരു ആത്മീയ പുരോഗതി ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ വരുന്ന സ്ഥലത്തൊക്കെ എന്ത് നടന്നു, അവിടെ ആരെങ്കിലും ബഹളം കേട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല ചോദിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മളുടെ ലൈഫിന് പൂർണ്ണമായി ഉപദേശം നൽകാൻ കഴിവുള്ള ആൾക്കാരോട് എന്താണ് നമ്മൾ ചോദിക്കേണ്ടത്? ഉപദേശങ്ങളാണ് ചോദിക്കേണ്ടത്. ആ അറിവ് നമ്മൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ശ്ലോകം നമ്മളോട് പറയുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ. ഇനി 40ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയൊരു ശ്ലോകമാണ്. പക്ഷെ നമുക്ക് ഇന്ന് വേണ്ട, സമയമായല്ലോ. അപ്പൊ നാളെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു റിവിഷൻ ഫുൾ നടത്താം കേട്ടോ. നാളെ മറ്റന്നാ തൊട്ട് നമ്മൾക്ക് 2ാമത്തെ സ്കന്ധം തുടങ്ങാം. അപ്പൊ നാളെ എല്ലാവരും മുടങ്ങാണ്ട്, ഇതുവരെ ഇടയ്ക്ക് മുടങ്ങാറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നാളെ ദയവ് ചെയ്ത് എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മൾക്കൊരു റിവിഷനായിട്ട് ഈ 19 അധ്യായത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞിട്ട് പോവാം. ആദ്യം നമ്മൾക്ക് ഈ 19ാമത്തെ അധ്യായം നമ്മൾ എന്താ പഠിപ്പിച്ചത് എന്നുള്ളത് ഒരു പോയിന്റ് ആയിട്ട് പറയും ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ. ഗുരു മഹാരാജ് കി ജയ്. ഗോത്രമാനന്ദൻ ഹരി ഹരി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം.